രക്ഷക വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. ഇതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ, അതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താണ് താഴെ അവൻ പറയുന്നു, എനിക്ക് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല, നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതിനകത്ത്, എന്നെ സ്വീകരിക്കാത്തതിനകത്ത് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് അല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയ പ്രവാചകനെ അയച്ചില്ല. കർത്താവ് പറയാ, നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല. ഏലിയാവിന്റെ കാലത്ത് യെരുശലേമിൽ അല്ലെങ്കിൽ ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ എത്രയോ വിധവമാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആരുടെയും അടുത്തേക്ക് ഏലിയാവിനെ ദൈവം അയച്ചില്ല. പിന്നെ എങ്ങോട്ട് അയച്ചു? സരപ്തയിലേക്ക്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? സരപ്ത എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിലെ അല്ല. സരേഫാത്ത് എന്ന് നമ്മൾ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇസ്രായേലിലെ അല്ല. അതായത് ദൈവം രക്ഷിച്ചത് ഒരു ഇസ്രായേലിയ വിധവയെ അല്ല, ഇസ്രായേലിന് പുറത്തുള്ള ഒരു വിധവയാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഇസ്രായേലിന് പുറത്തുള്ള ഒരു വിധവയാണ് ദൈവം രക്ഷിക്കാൻ തയ്യാറായത്, അല്ലാതെ ഇസ്രായേലിനകത്തുള്ള ഒരു വിധവയെ അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടുന്നതിനകത്തൊന്നും എനിക്ക് വലിയ അത്ഭുതമൊന്നും ഇല്ല. ദൈവത്തിന് വേറെ പല പദ്ധതികളും ഉണ്ട് കുഞ്ഞുങ്ങളെ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് യേശു കർത്താവ് കാര്യം പറയണം. പക്ഷെ ഒറ്റ വായനയിൽ നമുക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഞാനിവിടെ ഗ്രീക്കും ഹീബ്രു ഒന്നും ഉപയോഗിച്ചില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊന്ന് ഇരുത്തി വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവന്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും നേരത്തെ പറയുന്നുണ്ട് എല്ലാവരും അവനെ പ്രശംസിച്ചുവെന്ന്. അത് 15-ാം വാക്യത്തിലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലയിലേക്ക് അവൻ വന്ന സമയത്ത് ഗലീലയിലെ അവന്റെ പ്രസംഗങ്ങളാണ്. കാരണമുണ്ട്, ഗലീലയിൽ അവൻ പ്രസംഗിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രസംഗമാണ്. ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. അത് യോഹന്നാന്റെ പ്രസംഗം കേട്ട പല ആളുകളും പറഞ്ഞു കാണും, നമുക്കിനി പ്രസംഗം കേൾക്കാൻ യോഹന്നാന്റെ അടുത്ത് വരെ പോകേണ്ട കാര്യമില്ല, അത് തന്നെയല്ല അവൻ തടവിലായി, ഇത് പ്രസംഗിക്കാൻ ഒരാളെയെങ്കിലും ദൈവം പിന്നെയും അയച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവന്റെ വാക്കുകൾ കേട്ടവരെല്ലാവരും അവനെ ഒരുപക്ഷെ പ്രശംസിച്ചു കാണണം ഗലീലയിൽ. എന്നാൽ അവന്റെ സ്വന്തം പിതൃദേശത്തേക്ക് നസറത്തിൽ, അതും ഗലീലയിൽ തന്നെയാണ് നസറത്ത്, പക്ഷെ നസറത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ ചോദിക്കുന്നു, യോസഫിന്റെ മകനല്ലേ, ഇവനെങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? ഇവന് ദൈവദൂഷണമല്ലേ പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. 28-ാമത്തെ വാക്യത്തിൽ പള്ളിയിലുള്ളവരെല്ലാം ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു, അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. നമുക്ക് നസറത്തിൽ ഒരു വലിയ വാം വെൽക്കം ഒന്നും അല്ല യേശുവിന് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അവന്റെ ലാവണ്യവാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് പലപ്പോഴും തരുന്ന ഒരു ആശയം എന്താണ്? ഹി വാസ് വാംലി വെൽക്കംഡ് ഇൻ നാസറത്ത് എന്നുള്ളതാണ്. അതല്ല സത്യം. അവരെന്താണ് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. നസറത്തിൽ അവന്റെ പട്ടണത്തിന് പുറത്താക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അവന്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അവന്റെ ഏറ്റവും ചെറിയ പ്രായം മുതൽ അവൻ എപ്പോഴൊക്കെ സംസാരിച്ചോ ആ വാക്കുകളെല്ലാം അർത്ഥസമ്പുഷ്ടമാണ്, മനസ്സിലാക്കപ്പെടേണ്ടതാണ്, വിശദീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയത്. എത്രയോ പ്രാവശ്യം മറിയോട് യേശു അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു കാണും, ഇല്ലേ? എത്രയോ പ്രാവശ്യം ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കാണും. എത്രയോ പ്രാവശ്യം യോസഫിന്റെ പണിശാലയിൽ കട്ടിൽ പണിയാനും മേശ പണിയാനും ഒക്കെ കൊണ്ടുവന്ന ആളുകളോട് എന്തെല്ലാം സംസാരിച്ചു കാണും. അതൊന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം രേഖപ്പെടുത്തപ്പെടേണ്ടതെല്ലാം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രേഖപ്പെടുത്തപ്പെടേണ്ടത് തന്നെ ആവർത്തനം പലപ്പോഴും, അല്ലെങ്കിൽ അവൻ പറഞ്ഞ എല്ലാ വാക്കുകളും എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിൽ തന്നെ ആ പുസ്തകങ്ങൾ, അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം വിവരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ തന്നെ ആ പുസ്തകങ്ങൾ തികയുകയില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ ക്രോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. യേശുവിന്റെ മരണം, വാസ്തവത്തിൽ അവന്റെ മരണമൊഴികളാണിത്. അവന്റെ മരണം തന്നെ യുണീക്കാണ്. അവന്റെ വാക്കുകൾ യുണീക്കായിരിക്കുന്നു. അവന്റെ മരണം അനന്യമാണ്.
അത് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാരണം, അവന്റെ മരണം എന്ന് പറയുന്നത് ഒരു കൊലപാതകമല്ലായിരുന്നു. പക്ഷെ പുറത്തുള്ള ആളുകൾ ഒരു പക്ഷെ കാണുന്നതായിരിക്കും. അതുകൊണ്ടാണ് യേശുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമാണെന്ന് ആളുകൾ പറയാൻ സാധ്യതയുള്ളത്. ഒരു വിപ്ലവകാരിയുടെ മരണം പോലെയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ യേശുവിന്റെ മരണത്തെ കാണുന്നത്. അതല്ല ആ കാൽവറി ക്രൂശിൽ സംഭവിക്കുന്നത്. വിപ്ലവകാരി മരിക്കാൻ സ്വയം തെരഞ്ഞെടുക്കുകയല്ല. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു, രക്തസാക്ഷി മരണവുമല്ലായിരുന്നു. അവന്റേത് ഒരു ചോയ്സ് ആയിരുന്നു. അവൻ തന്നെ പ്ലാൻ ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്ത മരണമായിരുന്നു അവന്റെ മരണം. ഇറ്റ് വാസ് ഹിസ് ചോയ്സ്. അവന്റെ തീരുമാനമായിരുന്നു മരിക്കണോ വേണ്ട എന്നുള്ളത്. അവൻ മരിക്കണ്ട എന്ന് അവൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു. നമുക്കൊന്നും മരിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നുമില്ല. മരിക്കണമെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മരിക്കണ്ടെന്ന് ആർക്കും തീരുമാനിക്കാൻ പറ്റത്തില്ല. മരണമെന്ന് വിളിക്കുമ്പോൾ ആർക്കും അതിന്റെ ചോയ്സ് അല്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഡൈ, എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. മരണമെന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോയാലേ പറ്റുകയുള്ളൂ. അത് കൊട്ടാരമായാലും വിട്ടേ മതിയാകും. കൊച്ചു പാടിയതുപോലെ കൊട്ടാരമായാലും വിട്ടേ മതിയാകും. എന്താണെങ്കിലും എവിടെയാണെങ്കിലും മരിക്കാതിരിക്കാൻ ഒരു ചോയ്സ് നമുക്കില്ല. പക്ഷെ യേശുവിന് വേണമെങ്കിൽ മരിക്കാതിരിക്കാൻ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ആ മരണം ഏറ്റെടുത്തു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് കൃത്യതയോടുകൂടെ പറഞ്ഞ് അവനത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു. തന്നെയല്ല, അവന്റെ മരണം നമുക്കറിയാമല്ലോ. അവന്റെ മരണം ഒരു പകരം മരണമായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് വാസ് എന്താണ്? ഹി വാസ് ഡൈയിങ് നോട്ട് ഫോർ ഹിംസെൽഫ്. അവന് വേണ്ടിയല്ല. അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പകരം മരണമാണ്. അതാണ് അവന്റെ മരണത്തെ യുണീക്കാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമല്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ അനന്യത. ഹി വാസ് നോട്ട് ഡൈയിങ് ഫോർ ഹിംസെൽഫ്, ഹി ഈസ് ഡൈയിങ് ഫോർ സംബഡി എൽസ്. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്ന ഒത്തിരി പേരില്ലേ എന്ന് ചോദിച്ചേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്ന, യെസ്, സംടൈംസ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ മരണം കൊണ്ട് യേശു നിർവഹിച്ചതായ വീണ്ടെടുപ്പ് നടക്കത്തില്ല. ലോകത്തിൽ ഒരാൾക്കും വീണ്ടെടുപ്പ്, അവിടെയാണ് അത് യുണീക്കാകുന്നത്. 49-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കേണ്ടതിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും? നോ വൺ ക്യാൻ. ഒരാൾക്കും കഴിയുകയില്ല. ആ ഒരാൾക്കും കഴിയുകയില്ല എന്ന് പറയുന്നത് എനിബഡി, ഇവിടെ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഒരാൾക്കും കഴിയുകയില്ല, എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനൊഴികെ. അങ്ങനെ ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്യുന്നത്. വീണ്ടെടുപ്പ് വില കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല എന്ത്, രോഗസൗഖ്യമോ അല്ലെങ്കിൽ കടം മാറ്റുന്നതോ. എനിക്കിപ്പോ കടം ഉണ്ടെങ്കിൽ, അല്ലെ എനിക്കൊരു കാറ് തരുന്നതോ. ഞാനൊരു നല്ല കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു കമ്പനി കാറ് തരത്തില്ലേ? കമ്പനി കാറ് തരുമല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ബിസിനസ് നന്നാകാനായിട്ട് യേശുവിന്റെ പിന്നാലെ പോകണം, മോനെ നീ ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കും, എന്നാലേ നിന്റെ ബിസിനസ് നന്നാകുള്ളൂ. ഉപവാസം എടുക്കുന്നത് നല്ല കാര്യമാണ്. ഞാൻ ഉപവാസത്തെ വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ലോകത്തിൽ എല്ലാവരുടെയും ബിസിനസ് നന്നായത് ഉപവാസം എടുത്തത് കൊണ്ടൊന്നും അല്ലല്ലോ, ആണോ? അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം യേശുവിനും ചെയ്യാൻ കഴിയും. ഇംഗ്ലീഷ് സാറിന് പറയാറുണ്ട്, there are things that I can do and there are things that only I can do. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അത് ചെയ്യണം, എന്നാൽ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ എക്സ്പെൻസിലാകരുത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചില ആളുകൾ പറയുമല്ലോ, നീ എന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നു? മോശയോട് ഇത്രോ പറയുന്ന കാര്യം എന്താണ്? ഇത്രോ വന്നിട്ട് മോശയോട് പറയുന്ന കാര്യം എന്താണ്? നീ എന്തേ കാണിക്കുന്നത്? നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരുന്നവരോടെല്ലാം ഇങ്ങനെ കണക്ക് തീർക്കാനും കടം വാങ്ങിച്ചത് എത്ര ഉണ്ടെന്നുള്ളത് അറിയാനും ന്യായം വിധിക്കാനും ഇങ്ങനെ നിന്റെ തല മുഴുവൻ കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വല്ലവരെയൊക്കെ ഏൽപ്പിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നീയോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാം. അതായത് ദൈവശബ്ദം കേൾക്കാൻ ഇവരെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ?
നിനക്ക് പറ്റുള്ളൂ. മോശയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമുണ്ട്, മോശയ്ക്ക് കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മോശയ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളുടെ എക്സ്പെൻസിൽ മോശയ്ക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യരുത്. ഇത് നമുക്കെല്ലാം പറ്റുന്ന വലിയൊരു അപകടമാണത്. ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, ചിലപ്പോൾ ആളുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോലി ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്, ഞാനൊരു സുവിശേഷകനാണ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പാസ്റ്ററാണെന്ന അവരുടെ ചിന്ത. അതായത് പാസ്റ്റർ ആയിട്ടില്ല, അതിന്റെ താഴത്തെ അവസ്ഥ കുട്ടി പാസ്റ്റർ ആണെന്ന. അതൊക്കെ മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. ഇവാഞ്ചലിസ്റ്റ് ഈസ് എൻ ഇവാഞ്ചലിസ്റ്റ്. ഞാനൊരു സുവിശേഷകനാണ്. ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പഠിപ്പിക്കാം. എനിക്ക് വേണമെങ്കിൽ ഒരു സെക്യുലർ പത്രത്തിൽ വർക്ക് ചെയ്യാം. ഞാൻ പ്രൊഫഷണൽ, എന്റെ പ്രൊഫഷൻ അതാണ്, ഞാൻ ജേർണലിസമാണ് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ട്യൂഷൻ എടുക്കാം പിള്ളേർക്ക്. ഇതൊക്കെ എനിക്ക് ചെയ്യാം, എനിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം, അല്ലേ? ഞാൻ കൃഷി ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഞാൻ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഞാൻ ഒരു പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റും ഇല്ല, ഇതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ നോക്കുന്നത് എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അത്? അല്ല, പത്രത്തിൽ ആർട്ടിക്കിൾ എഴുതി കൊടുക്കാൻ എത്രയോ പേരുണ്ട്, ഇടിച്ചു കുത്തി നടക്കുകയല്ലേ. ട്യൂഷൻ എടുക്കാൻ എത്രയോ ആൾക്കാരുണ്ട്. ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്ക് സമയമില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതേ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ എക്സാക്ട്ലി പാസേജ് വിട്ട് പറഞ്ഞാലും ഇത് എല്ലാ സുവിശേഷകരും മനസ്സിലാക്കണം, എല്ലാ വ്യക്തികളും മനസ്സിലാക്കണം. കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ഒരു മെയിൻ കോൾ ഉണ്ട്. അതിനെ ഒരു കാരണവശാലും സിമ്പിളായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഗ്രസിച്ചു കളയരുത്, വിഴുങ്ങിക്കളയരുത്. പലപ്പോഴും എന്താണെന്നറിയാമോ, 100 കൂട്ടം കാര്യങ്ങൾക്കകത്ത് ഇൻവോൾവ് ചെയ്ത് ദൈവം അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നതിനകത്ത് അവര് പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ആദ്യ സഭയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വിധവന്മാർ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്നില്ല, ഗ്രീക്കുകാരായ വിധവന്മാർ പറഞ്ഞു ഞങ്ങളെ പരിപാലിക്കുന്നില്ല, ഞങ്ങളെ നോക്കുന്നില്ല, മറ്റുള്ളവർക്കുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ഇത് അതുപോലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമുണ്ട്, അതിനാരെങ്കിലും ഒക്കെ ആക്ക്, ജ്ഞാനവും ആത്മാവുള്ള ആരെങ്കിലും ആക്ക്, നിങ്ങൾ തന്നെ ആക്ക്. നിങ്ങൾ കണ്ടെത്താനാ പറയുന്നത്, തെരഞ്ഞെടുക്കാനല്ല. അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുക. കണ്ടോ, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ സഭയിലും തെരഞ്ഞെടുപ്പിന് പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഫൈൻഡ് somebody who is with spirit and wisdom. You find somebody. അല്ലാതെ വോട്ടിനിടാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഞങ്ങൾക്ക് അത് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒന്നും ഇത് ആത്മാവില്ലാഞ്ഞിട്ടാണോ, ജ്ഞാനമില്ലാഞ്ഞിട്ടാണോ, ഇതിന് കഴിവില്ലാഞ്ഞിട്ടാണോ? എന്നോട് പറ, ആണോ? അയ്യോ ബ്രദറെ, ഞങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾ കഴിവുള്ള 3-4 പേരെ കണ്ടുപിടിച്ചാട്ടെന്ന ആണോ അവിടെ പറയുന്നത്? അല്ല, അതിനവർക്ക് കഴിവുണ്ട്. പക്ഷേ കഴിവുള്ളതെല്ലാം ചെയ്യാനായിട്ട് ദൈവം അവരെ വിളിച്ചിട്ടില്ല. എന്നതുപോലെ ദൈവം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കും. ഹ്യൂമൻ വേയിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. ദൈവം നമ്മളെ വിളിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിയിട്ട് വിളിക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നത് ഇന്ന് ഒരു പതിവായിരിക്കുകയാണ്. ദൈവം നമ്മളെ വിളിച്ച കാര്യങ്ങൾ നിർത്തിയിട്ട് വിളിക്കാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നത് ഇന്നൊരു പതിവായിരിക്കുകയാണ്. ഈ ഗെറ്റ് മീ? എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ വിളിക്കപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. ആ വിളിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാത്തതിനുള്ള സമയം കിട്ടുന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. അതിന്റെ പുറകെ നമ്മൾ നടക്കരുത്. ദൈവം നമ്മളെ വിളിച്ച കാര്യങ്ങൾ എന്താണ്, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അതിനുവേണ്ടി നോക്കുക. അപ്പോൾ യേശു കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ലോകത്തിൽ വേറെ ആര് മരിച്ചാലും വീണ്ടെടുപ്പ് വിലയാകത്തില്ലായിരുന്നു.
ഇനി ഒരു ദൂതൻ വന്ന് മരിച്ചാലും ദൂതന്മാർക്ക് മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു എന്ന് പറയാൻ കാര്യം. ദൂതന്മാരെക്കാൾ എന്തോ കുറവാണ് യേശുവിനുള്ളത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൂതന്മാർ മരിക്കയില്ല. യേശു മരണത്തിന് ഏൽപ്പിച്ചു, മരിച്ചു. അവൻ മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു, അല്ലേ? ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ജീസസ്. അവൻ ദൂതന്മാരെക്കാൾ ഉയർന്നവനാണ്. പക്ഷേ മരണമേറ്റതുകൊണ്ടാണ് ആ ഒരു വാക്കവിടെ വരുന്നത്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ ഒരു താഴ്ച വന്നവനായ യേശു. ബിക്കോസ് ഹി ഡൈഡ്, ഹി എക്സ്പീരിയൻസ് ഡെത്ത്. അവൻ മരണം അനുഭവിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് രക്തസാക്ഷി മരണമല്ല, കൊലപാതകമല്ല, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു മരണമല്ല. യേശുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് മരണമാണ്. ഹി വാസ് ഡൈയിങ് ഫോർ അസ്. നമുക്ക് പകരമായി നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യുണീക്കാണെന്ന് പറയാനായിട്ട് കാര്യം. ഇത് അനന്യമാണ്. ഇത് വേറെ ലോകത്തിലൊരു, ഭൂമിയിലൊരു മനുഷ്യനെ കൊണ്ടോ സ്വർഗത്തിലൊരു ദൂതനെ കൊണ്ടോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വർഗസ്ഥ പിതാവ് യേശുവിനെ ഈ കാര്യം ഫലമേൽപ്പിച്ചത്. ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം. സോ യേശുവിന്റെ ക്രൂശ് മരണത്തെ നമ്മൾ അങ്ങനെ കാണണം. മറ്റുള്ളവർക്ക് പല റീസൺസ് കാണും. യേശുവിന്റെ മരണം കൊതിച്ച ആളുകൾ, യഹൂദ പ്രഭുക്കന്മാര് യേശുവിന്റെ മരണം കൊതിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ യേശു അവർക്കൊരു ഭീഷണിയാണെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് യേശു മരിക്കണമെന്ന് ജൂയിഷ് റൂളേഴ്സ് ആഗ്രഹിച്ചത്. യേശു ഒരു ഭീഷണിയാണെന്ന്. കാരണം എന്താണ്? യേശു ഉണ്ടെങ്കിൽ അവിടെ കള്ളത്തരം നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, യേശു എല്ലാവർക്കും ഒരു ആശ്വാസപ്രദനല്ല. അങ്ങനെയാണെന്നെങ്കിൽ എല്ലാവരും യേശുവിനെ സ്വീകരിച്ചേനുമല്ലോ. ലോകത്തിൽ എല്ലാവർക്കും യേശു ഒരു ആശ്വാസപ്രദനല്ല. കള്ളത്തരം കാണിക്കണമെന്നുള്ളവന് യേശു ഒരു ഭീഷണിയായിട്ടാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ആളുകളും യേശു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിലെ മരണമല്ല. ഐ ഡോണ്ട് നീഡ് ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. എന്താണ് ന്യായവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ്, ലോകത്തിന്റെ വെളിച്ചമായ യേശു ഭൂമിയിൽ വന്നു. അത് ഇവർക്ക് മനസ്സിലാകാതിരുന്നൊന്നുമില്ല. പക്ഷെ മനസ്സിലായിട്ടും അവർ വെളിച്ചത്തിലേക്ക് വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടും. ഇരുളിന്റെ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ഇരുളിൽ തന്നെ കഴിയാനാണ് എപ്പോഴും മോഹിക്കുന്നത്.